രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണെങ്കിൽ നാം സാധാരണ നിർവഹിക്കുന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന തേട്ടം ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ശൈഖിനോട് യാ ശൈഖ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിദായത്തിലാക്കണേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ശൈഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? മറ്റൊരാള് കേട്ടൊരുത്തിന് ആമീൻ പറയുകയും ചെയ്തു സങ്കല്പിച്ചോ. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഇത് പ്രാർത്ഥനയാണോ പ്രാർത്ഥനയല്ലേ, ഇത് തേടാമോ തേടാൻ പറ്റില്ലേ, ശിർക്കാണോ ശിർക്കല്ലേ, അനുവദനീയമാണോ അനുവദനീയമല്ലേ, നിങ്ങളുടെ നിലപാടെന്ത് വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. ഖാലിഖാന്ന് വിശ്വസിക്കുന്നില്ല, റാസിഖാന്ന് വിശ്വസിക്കുന്നില്ല, എങ്കിൽ വിധി എന്ത്? പിന്നെ മൂന്നാമത്തെ ചോദ്യം ആലോചിച്ചുണ്ടാക്കിയതാ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി, അത് ശിർക്കല്ല, ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി, അത് യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. ഏതായാലും മറുപടി പറഞ്ഞിട്ടുണ്ട്. ഖൗമ് മനസ്സിലാക്കണമെന്നാ സൂചിപ്പിക്കാനുള്ളത്. എവിടേക്കാ കൊണ്ടുപോകണത് എന്ന് ഇപ്പൊ കിട്ടിയല്ലോ. ഇത്രയും കാലം ചോദിച്ചത് എന്താ? ഞങ്ങൾ ആരാ തേടുന്നത്, ആരാ പ്രാർത്ഥിക്കുന്നത്? ഇപ്പൊ പറഞ്ഞതോ യാ ശൈഖ് മുഹ്യിദ്ദീൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാലും ശിർക്കല്ല. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. ഇതാ ഞങ്ങൾ പറഞ്ഞത്, ഇത് അബൂജഹലിന്റെ പാതയാണ്. അതിപ്പോ പകൽ വെളിച്ചം